പ്രിയമുള്ള സുഹൃത്തുക്കളെ, മറ്റൊരു പുതിയ വീഡിയോസിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു ഷെയർ ചെയ്യുന്നവരുടെ മുൻപിലേക്ക് അവരുടെ ജീവിതത്തിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാവുന്ന സ്വിച്ച് വാക്കുകളും ആർക്കും ജപിക്കാവുന്ന മന്ത്രങ്ങളും ഇനിയും ഉണ്ടാകുമെന്നും അത് നിങ്ങളെ നേട്ടങ്ങളിൽ എത്തിക്കുമെന്നും ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഞങ്ങൾ പറയുന്ന രീതിയിൽ തന്നെ ജപിക്കുമ്പോൾ നിർദ്ദേശങ്ങൾ പാലിക്കണം എന്ന് മാത്രമാണ് ഓർമ്മിപ്പിക്കാനുള്ളത്. ഇന്ന് ഞങ്ങൾ പറയുന്നത് ദേവതയായ ചുവന്ന താരയെക്കുറിച്ചാണ്. താര പല രൂപങ്ങളിലും നിറങ്ങളിലും പ്രത്യക്ഷപ്പെടുന്നുണ്ടെന്ന് പലർക്കും അറിയില്ല. മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ്, നീല, കറുപ്പ് നിറങ്ങളിലും താര പ്രത്യക്ഷപ്പെടാം. എല്ലാ താരകളും ശക്തരാണ്. പക്ഷേ ഓരോ വ്യത്യസ്ത നിറങ്ങളിലുള്ള താരയും വ്യത്യസ്തമായ സിദ്ധി വികസിപ്പിക്കുന്നതിൽ നമ്മെ സഹായിക്കുന്നതിൽ പ്രത്യേകത പുലർത്തുന്നു. സ്ത്രീ ബുദ്ധന്റെ സർവ്വവ്യാപിയായ പച്ച, വെള്ള താരകളുടെ കൂടുതൽ കന്യകയോ മാതൃത്വമോ ആയ രൂപങ്ങളുടെ കൂടുതൽ നിഗൂഢവും ലൈംഗികവുമായ പ്രതിരൂപമാണ് ചുവന്ന താര. ചുവപ്പ് എന്നത് ആഗ്രഹത്തിന്റെ നിറമാണ്. ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ ചുവന്ന താരയെ വിളിക്കുന്നു. അവളുടെ ധർമ്മം ഭയത്തിൽ നിന്ന് ഒരാളെ രക്ഷിക്കുകയോ സംരക്ഷിക്കുകയോ അല്ല, മറിച്ച് കീഴടക്കുകയും കാന്തികമാക്കുകയും ചെയ്യുക എന്നതാണ്. ടിബറ്റൻ ബുദ്ധമതത്തിലെ ഒരു സ്ത്രീ ദേവതയായ ബുദ്ധതാരയുടെ ഒരു രൂപമാണ് ചുവന്ന താര. അവളുടെ ചുവന്ന നിറം അവളുടെ കാന്തികവൽക്കരണം, കീഴടക്കൽ, പരിവർത്തനം എന്നിവയെ സൂചിപ്പിക്കുന്നു. ചുവന്ന താര പ്രവൃത്തി, ആഗ്രഹത്തിന്റെ പരിവർത്തനം, ബുദ്ധിമുട്ടുകൾ മറികടക്കുന്നതിനുള്ള ദ്രുത പ്രവർത്തനം എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. റെഡ് താര പലപ്പോഴും ശക്തിയുടെയും നിയന്ത്രണത്തിന്റെയും വികാസവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. നമ്മുടെ സംസാരത്തിലൂടെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ്, മറ്റുള്ളവരുടെ മേൽ അധികാരം പ്രയോഗിക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ചുവന്ന താരയ്ക്ക് ചുവന്ന നിറമുള്ള ശരീരമുണ്ട്. അവളുടെ ഇടതു കൈയിൽ പിങ്ക്, ചുവപ്പ് നിറമുള്ള പൂക്കളിൽ നിന്ന് നിർമ്മിച്ച വില്ലും അമ്പും വഹിക്കുന്ന ഒരു ചുവന്ന ഉത്പല പുഷ്പമുണ്ട്. ഇത് അവളുടെ കൈയൊപ്പ് വയ്ക്കുന്ന ഉപകരണമാണ്. വില്ലും അമ്പും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് എയ്യാനുള്ള അവളുടെ കഴിവിനെ പ്രതീകപ്പെടുത്തുന്നു. അതുവഴി നിങ്ങളെ മോഹിപ്പിക്കുകയും ആത്യന്തിക സന്തോഷത്തിലേക്ക് നയിക്കുകയും ചെയ്യുന്നു. മോഹിപ്പിക്കാനുള്ള സിദ്ധി നൽകുക എന്നതാണ് അവളുടെ പ്രധാന പ്രവർത്തനം. നിങ്ങൾ അവളെ നിങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയും പ്രാർത്ഥിക്കുകയും അവളുടെ മന്ത്രം ജപിക്കുകയും ചെയ്താൽ മറ്റുള്ളവരെ ആകർഷിക്കാനുള്ള കഴിവ് അവൾ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. നിങ്ങൾ പറയുന്നതെന്തും മറ്റുള്ളവരുടെ ചെവികളിൽ പ്രസാദകരവും ബോധ്യപ്പെടുത്തുന്നതും ആയി തോന്നുന്ന തരത്തിൽ അവൾ നിങ്ങളുടെ സംസാരശക്തി വർദ്ധിപ്പിക്കുന്നു. നിങ്ങളുടെ ഓറിക് മണ്ഡലത്തെ രൂപാന്തരപ്പെടുത്താനും അവൾക്ക് കഴിയും. അതുവഴി നിങ്ങളുടെ ചുറ്റുമുള്ളവർക്കിടയിൽ നിങ്ങളെ പ്രശസ്തയാക്കാനും അവളുടെ പ്രതിച്ഛായയിൽ ധ്യാനിക്കുന്നതിലൂടെയും നിങ്ങളുടെ ആകർഷണീയത ക്രമാനുഗതമായി വർദ്ധിക്കുന്നത് നിങ്ങൾ കാണും. മറ്റുള്ളവർ നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും. റെഡ് താരയുടെ പരിശീലനം വളരെ ശക്തമാണ്. അത് നിങ്ങളുടെ ഏറ്റവും കടുത്ത ശത്രുക്കളെ പോലും നിങ്ങളുടെ സഖ്യകക്ഷികളാക്കി മാറ്റും. 21 ദിവസം ഈ ഓം താരേ തം സോഹയെ എന്ന് ജപിക്കുക. നിങ്ങൾ മാറ്റങ്ങൾ ശ്രദ്ധിക്കാൻ തുടങ്ങും. ചുവന്ന താര പ്രതിനിധീകരിക്കുന്ന ഊർജം ആകർഷിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കും. ദൈനംദിന പരിശീലനത്തിലൂടെ ബന്ധങ്ങളിൽ പ്രശ്നങ്ങൾ നേരിടുന്നവരുടെയോ സ്നേഹം കണ്ടെത്തുന്നവരുടെയോ ജീവിതത്തിൽ ഈ മന്ത്രം ശക്തമായ ഒരു ഉപകരണമാകും. കൂടാതെ ഒരാളുടെ മൊത്തത്തിലുള്ള ആകർഷണം വർദ്ധിപ്പിക്കാനും മറ്റുള്ളവരെ കൂടുതൽ ആകർഷകമാക്കാനും ഇതിന് കഴിയും. പ്രിയ സുഹൃത്തുക്കളെ, വളരെ ചുരുക്കി പറഞ്ഞാൽ പ്രണയം, ബന്ധങ്ങൾ, പോസിറ്റീവ് സ്വാധീനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട ഒരു ദേവതയാണ് ചുവന്ന താര. ഓം താരേ തം സോഹയെ എന്ന അവളുടെ മന്ത്രം സ്നേഹത്തെ ആകർഷിക്കുന്നതിനും കാന്തികത വർദ്ധിപ്പിക്കുന്നതിനും ശക്തമായതായി കണക്കാക്കപ്പെടുന്നു. ഈ മന്ത്രം ജപിക്കുന്നത് സ്നേഹത്തിന്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന ആന്തരിക തടസ്സങ്ങൾ നീക്കം ചെയ്യുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ആഴത്തിൽ കരുതലും അവരോടൊപ്പം ഉണ്ടായിരിക്കാൻ തയ്യാറുള്ളതുമായ ഒരു പങ്കാളിയെ കണ്ടെത്താൻ ഇത് വ്യക്തികളെ സഹായിക്കും. പ്രിയമുള്ളവരെ, ഈ ചാനൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണകരം എങ്കിൽ ജീവിതത്തിൽ എല്ലാത്തരത്തിലും നേട്ടങ്ങൾ ഉണ്ടാവുന്ന വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും സഹകരിക്കുക. ഈ ചാനലിലെ മന്ത്രങ്ങളും സ്വിച്ച് വാക്കുകളും മനസ്സിലാക്കി ജപം തുടരുന്ന എല്ലാവർക്കും അവരുടെ ആഗ്രഹങ്ങൾ നടക്കുവാൻ ഈ നിമിഷം പ്രപഞ്ചശക്തിക്ക് മുൻപിൽ പ്രാർത്ഥിക്കുന്നു. റെഡ് താര മന്ത്രം 108 തവണ 21 ദിവസം ജപിക്കുക. മന്ത്രങ്ങൾ ജപിക്കുമ്പോൾ കാര്യങ്ങൾ അറിഞ്ഞു മനസ്സിലാക്കി ജപിക്കുക. നിലവിൽ ഈ ചാനലിൽ പരമാവധി വിശദീകരണങ്ങൾ ഞങ്ങൾ നൽകുവാൻ ശ്രമിച്ചിട്ടുണ്ട്. മനസ്സിലാക്കുക, വിശ്വസിക്കുക, ജപിക്കുക, നേടുക.